Dear students, very good morning all. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡെറ്റേഴ്സ് സിസ്റ്റം പ്രകാരം ബ്രാഞ്ച് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഇൻവോയ്സ് പ്രൈസ് മെത്തേഡ് ഫോളോ ചെയ്യാറുണ്ട്. കോസ്റ്റ് പ്രൈസ് പ്ലസ് സർട്ടൺ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ആണ് ഇൻവോയ്സ് പ്രൈസ് എന്ന് പറയുന്നത്. അതായത് ഹെഡ് ഓഫീസിൽ നിന്ന് ബ്രാഞ്ചിലേക്ക് ഗുഡ്സ് സെൻഡ് ചെയ്യുമ്പോൾ ആക്ച്വൽ കോസ്റ്റ് എത്രയാണോ ആ കോസ്റ്റിനേക്കാളും കൂടിയ പ്രൈസിലാണ് ഗുഡ്സ് ബ്രാഞ്ചിലേക്ക് സെൻഡ് ചെയ്ത് വെക്കുന്നത്. അതായത് ലോഡിംഗ് എമൗണ്ടും കൂടി ആഡ് ചെയ്യും. അപ്പോൾ ഈ ലോഡിംഗ് എമൗണ്ട് എത്രയാണ് എന്നുള്ളതിൻ്റെ റേറ്റ് നമ്മോട് പറഞ്ഞിരിക്കും. ഇപ്പോൾ 20% ആവാം, 10% ആവാം, 15 ആവാം, 25 ആവാം, 30 എനിവേ. ഇപ്പോൾ ഒരു സർട്ടൺ പെർസെൻറ്റേജ് കോസ്റ്റിൻ്റെ മേലെ ആഡ് ചെയ്തിട്ടാണ് ഗുഡ്സ് ബ്രാഞ്ചിലേക്ക് സെൻഡ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ പറയുന്നതാണ് ഇൻവോയ്സ് പ്രൈസിലാണ് ഗുഡ്സ് സെൻഡ് ചെയ്തത് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ യൂഷ്വലായിട്ട് നമ്മൾ എന്താണോ ബ്രാഞ്ച് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ജേണൽ എൻട്രീസ് റൈറ്റ് ചെയ്യുന്നത് അതിൻ്റെ കൂടെ അഡീഷണൽ ഒരു 3 എൻട്രിയും കൂടി എഴുതേണ്ടതായിട്ട് വരും. അതായത് ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ ഇൻവോയ്സ് അല്ലെങ്കിൽ ലോഡിംഗ് വാല്യൂ ഒഴിവാക്കുന്നതിന്, ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്നതിന്റെ ലോഡിംഗ് വാല്യൂ ഒഴിവാക്കുന്നതിന്, ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ അതായത് ലോഡിംഗ് വാല്യൂ റിമൂവ് ചെയ്യുന്നതിന്, അങ്ങനെ 3 ജേണൽ എൻട്രിയും കൂടി ഇൻവോയ്സ് പ്രൈസ് മെത്തേഡിലാണ് ഡെറ്റേഴ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തതെങ്കിൽ അല്ലെങ്കിൽ ഡെറ്റേഴ്സ് സിസ്റ്റം ഫോളോ ചെയ്യുന്നതെങ്കിൽ ആ ഒരു 3 എൻട്രീസും കൂടി എഴുതിയിട്ട് വേണം ബ്രാഞ്ച് അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ. ഓക്കെ. Sometimes the head office may send goods at a price higher than the cost price. This method or this inflated price is generally termed as invoice price. ഇപ്പോൾ കോസ്റ്റ് പ്രൈസിനേക്കാളും ഇപ്പോൾ സപ്പോസ് കോസ്റ്റ് പ്രൈസ് ഒരു 100 rupees ആണെന്ന് കരുതുക. കോസ്റ്റ് പ്രൈസ് ദെൻ പെർസെൻറ്റേജ് ഓഫ് 20% കോസ്റ്റ് പ്രൈസിന്റെ മേലെ ആഡ് ചെയ്തിട്ട് 120 rupeesനാണ് ഗുഡ്സ് എന്ത് ചെയ്യുന്നത് ബ്രാഞ്ചിലേക്ക് സെൻഡ് ചെയ്തത്. അപ്പോൾ ഈ 120 rupeesന് എഴുതിയതാണ് നമ്മൾ എന്ത് ചെയ്യുക ബ്രാഞ്ച് അക്കൗണ്ടിൽ ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ കേസിൽ റൈറ്റ് ചെയ്യുക. ദെൻ എക്സസ് ആയിട്ടുള്ള ഈ 20 rupees റിമൂവ് ചെയ്യണം ആക്ച്വൽ ബ്രാഞ്ച് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു 3 ജേണൽ എൻട്രി കൂടി എഴുതണം. ആ 3 ജേണൽ എൻട്രി എഴുതുന്ന കേസസ് നമ്പർ 1 ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ കേസിൽ ഓപ്പണിംഗ് സ്റ്റോക്ക്, സെക്കൻഡ് 1 ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്, ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്, തേർഡ് 1 ക്ലോസിംഗ് സ്റ്റോക്ക്, ക്ലോസിംഗ് സ്റ്റോക്ക്. അതായത് 8 ജേണൽ എൻട്രി നമ്മൾ നേരത്തെ തന്നെ ഡിസ്കസ് ചെയ്ത കേസാണ്. അതിന്റെ കൂടെ ഈ ഒരു 3 ഐറ്റം കൂടി എൻട്രീസ് റൈറ്റ് ചെയ്ത് പോകേണ്ടി വരും. ഇത് എപ്പോഴാണ് റൈറ്റ് ചെയ്യാൻ ചോദിച്ചാൽ ഇൻവോയ്സ് പ്രൈസിലാണ് ഗുഡ്സ് സെൻഡ് ചെയ്തിട്ടുള്ളത് എന്ന് പറയുന്ന കേസുകളിൽ മാത്രമാണ് ഇത് അപ്ലൈ ചെയ്യാം. ഇനി അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ജേണൽ എൻട്രി ഉണ്ടാവുക? നമ്മൾ പറഞ്ഞു ഈ 3 കേസിനാണ് ജേണൽ എൻട്രി എഴുതുന്നത്. അതായത് കോസ്റ്റ് പ്രൈസ് പ്ലസ് സർട്ടൺ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ആണ്. അപ്പൊ ആ പ്രോഫിറ്റിന്റെ വോളിയം റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ 3 കേസിനും ജേണൽ എൻട്രി റൈറ്റ് ചെയ്ത് പോകുന്നത്. അപ്പൊ അങ്ങനെ ഇപ്പൊ ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ, ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ചിന്റെ, ക്ലോസിംഗ് സ്റ്റോക്കിന്റെ ലോഡിംഗ് വാല്യൂ റിമൂവ് ചെയ്യാൻ വേണ്ടി വാട്ട് ഈസ് ദ ജേണൽ എൻട്രീസ്? അപ്പൊ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ടു റിമൂവ് ലോഡിംഗ് ഓൺ ഓപ്പണിംഗ് സ്റ്റോക്ക്. ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ ലോഡിംഗ് വാല്യൂ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ജേണൽ എൻട്രി ആണ്. എന്താ ജേണൽ എൻട്രി വരിക? സ്റ്റോക്ക് റിസർവ് അക്കൗണ്ട് ഡെറ്റർ, ഓപ്പണിംഗിന്റെ കേസ് ആണ്. ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ ലോഡിംഗ് വാല്യൂ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ലോഡിംഗ് വാല്യൂ എന്ത് ചെയ്യുന്നു? റിമൂവ് ചെയ്യുന്നു. ഓക്കെ, റിമൂവ് ചെയ്യാൻ വേണ്ടി വാട്ട് ഇസ് ദ ജേണൽ എൻട്രി? എന്താ പറയുക? സ്റ്റോക്ക് റിസർവ് അക്കൗണ്ട് ഡെറ്റർ, സ്റ്റോക്ക് റിസർവ് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് അക്കൗണ്ട്, ടു ബ്രാഞ്ച് അക്കൗണ്ട്. ക്ലിയർ ആണോ? അതായത് ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ ജേണൽ എൻട്രി എന്താ വരിക? ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് ആണല്ലോ. അതായത് നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്ന ഐറ്റം ബ്രാഞ്ച് അക്കൗണ്ടിൽ റൈറ്റ് ചെയ്യുമ്പോൾ ജേണൽ എൻട്രി ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ, ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ഓപ്പണിംഗ് സ്റ്റോക്ക്, ടു ഓപ്പണിംഗ് സ്റ്റോക്ക്. ഓക്കെ, അതായത് സ്റ്റോക്ക് ഓപ്പണിംഗ് വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്ത് കാണിക്കുന്നു. അപ്പൊ അതിന്റെ ലോഡിംഗ് വാല്യൂ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന്റെ റിവേഴ്സ് എൻട്രി ആണ് വരിക. അപ്പൊ ലോഡിംഗ് വാല്യൂ റിസർവ് അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്.
So stock reserve account debtor to branch account. Clear? Then what is the journal entry for remove the loading value of goods sent to branch? Goods sent to branch. ബ്രാഞ്ചിലേക്ക് ഗുഡ്സ് സെൻഡ് ചെയ്തതിന്റെ ലോഡിംഗ് വാല്യൂ റിമൂവ് ചെയ്യാൻ വാട്ട് ഈസ് എ ജേണൽ എൻട്രി? എന്തായിരിക്കും ജേണൽ എൻട്രി ഉണ്ടാവുക? അതായത് ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ കേസിൽ എന്താ ചെയ്തിട്ടുള്ളത്? റിസർവ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഓക്കെ, ദെൻ ഇനി ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് ആണെങ്കിൽ വാട്ട് ഈസ് എ ജേണൽ എൻട്രി? ദെൻ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് അക്കൗണ്ട്. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് account debtor to branch account. Goods sent to branch account debtor to branch account. Then സാധാരണ കേസിൽ ബ്രാഞ്ച് അക്കൗണ്ടിൽ ഇൻവോയ്സ് പ്രൈസ് ഇല്ല, കോസ്റ്റ് പ്രൈസിലാണ് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ജേണൽ എൻട്രി ഉണ്ടാവുക? ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്. അപ്പൊ അതിന്റെ ലോഡിംഗ് വാല്യൂ റിമൂവ് ചെയ്യാൻ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് അക്കൗണ്ട്. ഓക്കെ, ഇനി തേർഡ് കേസ്, മൂന്നാമത്തെ കേസ്. ഇത് ഫസ്റ്റ് കേസ് ഓപ്പണിംഗ് സ്റ്റോക്ക്, സെക്കൻഡ് കേസ് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്, ദെൻ തേർഡ് കേസ് ക്ലോസിംഗ് സ്റ്റോക്ക്. എന്തായിരിക്കും ക്ലോസിംഗ് സ്റ്റോക്കിന്റെ ജേണൽ എൻട്രി ഉണ്ടാവുക? ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ. അതായത് ഇവിടെ എന്താ ചെയ്തത്? ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ കേസിൽ ബ്രാഞ്ച് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്തേക്കാണ് ചെയ്തത്. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്കിന്റെ കേസിൽ എന്ത് ചെയ്യുന്നു? ബ്രാഞ്ച് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുന്നു. എന്താണ് ക്രെഡിറ്റ് ചെയ്യുന്നത്? ഇതിന്റെ റിവേഴ്സ് എൻട്രി ആണ് വരിക. എന്താ വരിക? സ്റ്റോക്ക് റിസർവ് അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക്, ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്, ദെൻ ക്ലോസിംഗ് സ്റ്റോക്ക്. ഈ മൂന്ന് ഐറ്റമാണ് അഡീഷണൽ ജേണൽ എൻട്രി ആവശ്യമായിട്ട് വരിക. ഏത് കേസിൽ? ഇൻവോയ്സ് പ്രൈസിലാണ് ഗുഡ്സ് സെൻഡ് ചെയ്തത്. ആ ക്വസ്റ്റ്യൻ പ്രത്യേകം പറയും, ഇൻവോയ്സ് പ്രൈസിലാണ് അല്ലെങ്കിൽ സർട്ടൺ പെർസെന്റേജ് പ്രൈസ് ആഡ് ചെയ്തിട്ടാണ് ഗുഡ്സ് സെൻഡ് ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഈ ഒരു മൂന്ന് ഐറ്റത്തിന്റെ, അതായത് ഓപ്പണിംഗ് സ്റ്റോക്ക്, ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്, ദെൻ ക്ലോസിംഗ് സ്റ്റോക്ക്, ഈ മൂന്ന് ഇവന്റിന്റെയും എന്ത് ചെയ്യും? ഇൻവോയ്സ് പ്രൈസ് തന്നിരിക്കും. അപ്പൊ അന്ന് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ റൈറ്റ് ചെയ്യുമ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ചും റൈറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ആസ് യൂഷ്വൽ ആയിട്ട് നമ്മൾ എങ്ങനെയാണോ എഴുതിയിരുന്നത് അതേ വാല്യൂല് അതേ എൻട്രിയിൽ തന്നെ റൈറ്റ് ചെയ്യണം. ദെൻ സെക്കൻഡ് പോർഷൻ ആണ്, അതായത് ആദ്യം നമ്മൾ പഠിച്ചിട്ടുള്ള 7 ജേണൽ എൻട്രി കഴിഞ്ഞതിന് ശേഷം വരുമ്പോൾ ഈ ലോഡിംഗ് വാല്യൂ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന ജേണൽ എൻട്രി കൂടി അഡീഷണൽ റൈറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ അത് അഡീഷണൽ റൈറ്റ് ചെയ്യുമ്പോൾ ഇവിടെ എത്രയാണോ നമ്മൾ എക്സസ് ആയിട്ട് ചെയ്തിട്ടുള്ളത് അതിന്റെ കറസ്പോണ്ടിങ് എമൗണ്ട് എന്ത് ചെയ്യും? ഈ റൈറ്റ് സൈഡിലേക്കും അതുപോലെ ലെഫ്റ്റ് സൈഡിലേക്കും റൈറ്റ് ചെയ്തു പോകും. സ്വാഭാവികമായും ആ ലോഡിംഗ് വാല്യൂ എന്താണോ അത് റിമൂവ് ചെയ്യപ്പെടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു കേസിൽ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളത് അഡീഷണൽ ആയിട്ട് പഠിക്കുന്ന 3 ജേണൽ എൻട്രി. ഇസ് ക്ലിയർ? ഓക്കെ, ഇനി ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാം. ഇപ്പൊ ക്വസ്റ്റ്യന് എക്സാമിന് ചോദിക്കുന്ന സമയം ഇങ്ങനെ 2 ഓപ്ഷൻ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. കാരണം നമ്മൾ പറഞ്ഞു ലോഡിംഗ് വാല്യൂ റിമൂവ് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ലോഡിംഗ് വാല്യൂ റിമൂവ് ചെയ്യുമ്പോൾ ഫസ്റ്റ് കേസ് ഇതിലേതും എക്സാമിന് ചോദിക്കാം, രണ്ടും കൂടി ഒന്നും ചോദിക്കില്ല, ഏതെങ്കിലും ഒരെണ്ണം. 30% പ്രോഫിറ്റ് ഓൺ സെയിൽ, ഇൻവോയ്സ് പ്രൈസ് 30% പ്രോഫിറ്റ് ഓൺ സെയിൽ. രണ്ടാമത്തെ കേസ് പറയുന്നത് 30% എബവ് കോസ്റ്റ് എന്നാണ്. ഫോർ എക്സാമ്പിൾ, ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ ഇൻവോയ്സ് പ്രൈസ് ആണ് ₹30,000. അസംഷൻ ആണ്. ഇൻവോയ്സ് പ്രൈസിൽ ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ എന്ന് പറയുന്നത് ₹30,000 ആണ്. അപ്പൊ ഇതിന്റെ ജേണൽ എൻട്രി, അതായത് ഇതിന്റെ ലോഡിംഗ് വാല്യൂ റിമൂവ് ചെയ്യണം. അപ്പൊ റിമൂവ് ചെയ്യുമ്പോൾ എന്താണ് ജേണൽ എൻട്രി ഉണ്ടാവുക? ഇതിന് 2 ഓപ്ഷൻസ് ഉണ്ട്. അതായത് ഈ പറയുന്ന 30,000 ഈ ഒരു കേസ് നമ്മൾ അപ്ലൈ ചെയ്യുന്നു. ഈ 2 കേസ് ഏതൊക്കെ? 2 കേസ്. ഒന്ന് 30% പ്രോഫിറ്റ് ഓൺ സെയിൽ. രണ്ടാമത്തെ കേസ് ഏതാണ്? 30% എബവ് കോസ്റ്റ്. എക്സാമ്പിൾ ചോദിക്കും. അപ്പോൾ ശ്രദ്ധിക്കണം, എബവ് കോസ്റ്റ് ആണോ പ്രോഫിറ്റ് ഓൺ സെയിൽ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ദെൻ നമ്മൾ ഫസ്റ്റ് കേസിന് ആൻസർ ചെയ്യാൻ പോവാണ്. 30% പ്രോഫിറ്റ് ഓൺ സെയിൽ ആണ്, ₹30,000 ആണ് ഇൻവോയ്സ് പ്രൈസ്. അപ്പൊ ഇതിന്റെ ലോഡിംഗ് വാല്യൂ റിമൂവ് ചെയ്യാൻ എങ്ങനെയാണ് കാൽക്കുലേഷൻ നടത്തുക എന്നുള്ളത്. അപ്പോൾ ലോഡിംഗ് വാല്യൂ റിമൂവ് ചെയ്യാനാണ് 30,000 into
30 by 100. Okay, how much? 9,000. Okay, 3 into 3, 9, then 30, 9,000 rupees. Loading value 3,000. What is the journal entry? In the journal entry, stock reserve account debtor. Stock reserve account debtor to branch account. To branch account. Rupees 9,000. Clear line? Okay. In another case, 30% above cost. 30% above cost. Then, എങ്ങനെയാണ് ഇതിന്റെ കാൽക്കുലേഷൻ ഉണ്ടാവുക? 30% above cost ആണെന്നുണ്ടെങ്കിൽ ജേർണൽ എൻട്രി സെയിം ആയിരിക്കും, എമൗണ്ടിന് മാറ്റം ഉണ്ടാവും. above cost. Then 30,000 into 30% divided by 130. Above cost. Cost എത്ര? 100 ആണ്. Above cost. Then 30 plus 100. Actual cost 100 ആണ്. അതിന്റെ കൂടെ 30% കൂടി കൂട്ടി. എന്തുകൊണ്ട്? Above cost. So denominator 130 instead of 100. 100 എപ്പോഴാണ് വരിക? Profit on sale കേസിലാണ്. Okay. Then what is the value? അതായത് 30,000 into 30 divided by 130. 130 ട്രീറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? Then above cost ആണ്. കോസ്റ്റ് 100 ആണ്. Then അതിന്റെ മേലെ ചാർജ് ചെയ്തിട്ടുണ്ട് 130. അപ്പോൾ ഈ ഒരു അസംഷൻ വരുമ്പോഴാണ് 130 യോട് ഡിവൈഡ് ചെയ്യുക. അതല്ല പ്രോഫിറ്റ് ഓൺ സെയിൽ ആണ് പറഞ്ഞെങ്കിൽ ഡിവൈഡഡ് ബൈ 100 ആയിരിക്കും. ഓക്കെ, വാല്യൂ 9623.7. നേരത്തെ നമുക്ക് എത്ര കിട്ടിയത്? 9,000. ഏതില്? 30% പ്രോഫിറ്റ് ഓൺ സെയിൽ. ഇവിടെ വന്നപ്പോൾ എന്തായി? 9,623.07. What is the journal entry? Then stock reserve account debtor. Stock reserve account debtor to branch account. Amount 9,623. ഈ ഡെസിമൽ റിമൂവ് ചെയ്തേ ഉള്ളൂ, ഈ എമൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യുന്ന കേസിൽ ഇതുകൂടി ശ്രദ്ധിക്കണം. 10 മാർക്ക് എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഉണ്ടാവുക. ചെറിയൊരു മിസ്റ്റേക്ക് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മാർക്ക് നഷ്ടപ്പെട്ടു പോകരുത്. ഈ ഒരു കേസ് നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. അതിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? പെർസെൻറ്റേജിൽ മാറ്റം ഉണ്ടാവും. ഇപ്പോൾ 20 ആവാം, 15 ആവാം, 10 ആവാം. എനിവേ, then പ്രോഫിറ്റ് ഓൺ സെയിൽ ആണോ എബോവ് കോസ്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. എബോവ് കോസ്റ്റ് ആണെങ്കിൽ ഡിനോമിനേറ്റർ കോസ്റ്റ് പ്ലസ് പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ്. ദെൻ ഇവിടെ പ്രോഫിറ്റ് ഓൺ സെയിൽ ആണെങ്കിൽ ഡിനോമിനേറ്റർ 100 ആയിരിക്കും. ക്ലിയർ? നമുക്കൊരു പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? ഗുഡ്സ് ആർ ഇൻവോയ്സ്ഡ് അറ്റ് 20% പ്രോഫിറ്റ് ഓൺ സെയിൽ. അപ്പോൾ ഇൻവോയ്സ് പ്രൈസ് മെത്തേഡിലാണ് നമ്മൾ ചെയ്യുന്നത്. ക്വസ്റ്റ്യനകത്ത് കുറേ കാര്യങ്ങൾ അഡീഷൻ പറയുന്നുണ്ട്. എല്ലാം കൂടി ബോർഡിനകത്ത് പൊളിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇതിന്റെ ഷോർട്ട് കട്ട് കൂടി യൂസ് ചെയ്താണ്. അപ്പോൾ ഇൻവോയ്സ് പ്രൈസ് 20% പ്രോഫിറ്റ് ഓൺ സെയിലാണ്. ഓക്കെ, ഓപ്പണിംഗ് സ്റ്റോക്ക് 15,000. ഡെറ്റേഴ്സ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഇൻവോയ്സ് പ്രൈസിലാണ്. ഡെറ്റേഴ്സ് 9,000. ക്യാഷ് ഇൻ ഹാൻഡ് 400. ഓഫീസ് ഫർണിച്ചർ 1,200. ഗുഡ്സ് ഇൻവോയ്സ്ഡ് ഫ്രം ദ ഹെഡ് ഓഫീസ് ഇൻവോയ്സ് പ്രൈസ് ആണ് 80,000. Then goods returned to head office 1,000. Goods returned by debtors 400. Cash received from debtors 30,000. Cash sales 50,000. Credit sales 30,000. Discount allowed to debtors ₹30. Expense paid by the head office 3,900. Petty expenses paid by manager 280. Stock 31st December 2020. Invoice price 14,000. Then 10% depreciation on furniture. Okay, അപ്പോൾ ഈ ഒരു മാറ്റർ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ബ്രാഞ്ച് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക എന്നുള്ളത് ചെക്ക് ചെയ്യാം. ബ്രാഞ്ച് അക്കൗണ്ട് വളരെ സിമ്പിളായിട്ട് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാണ്. മാക്സിമം 10 മാർക്കാണ്. ആ 10 മാർക്കും സ്കോർ ചെയ്യാൻ വളരെ സിമ്പിളാണ്. ഈ ക്വസ്റ്റ്യനകത്ത് 1-2 ഇൻഹറന്റ് ഫാക്ടർ ഉണ്ടെന്നുള്ളൂ. എന്നിരുന്നാലും സിമ്പിളായിട്ട് വർക്ക്ഔട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് 7 ജേർണൽ എൻട്രീസ് നമുക്കറിയാം. ഇതിലൊക്കെ ഓപ്പണിംഗ് സ്റ്റോക്ക്, ഓപ്പണിംഗ് അസറ്റ്സ്, ക്ലോസിംഗ് അസറ്റ്സ്, ഓപ്പണിംഗ് ലാബിലിറ്റി, ക്ലോസിംഗ് ലാബിലിറ്റി.
then goods sent to branch, expense met by head office, then cash remitted by branch, then general profit and loss account. Okay. അപ്പോൾ ഫസ്റ്റ് പാർട്ടില് അസറ്റ്സ് ആണ്. വാരിയസ് അസറ്റ്സ് എന്ന് പറയുന്നത് ഇത്രയും ഇവന്റ് ഉണ്ട്. ഇതൊക്കെ ഓപ്പണിംഗ് വാല്യൂ ആണ്. 1st January 2020 സ്റ്റോക്ക്, ഡെറ്റേഴ്സ്, ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് ഓഫീസ് ഫർണിച്ചർ. അപ്പൊ ഈ 4 ഇവന്റും കൂടി എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. എന്നിട്ട് ടു അസറ്റ്സ് എന്ന് റൈറ്റ് ചെയ്താൽ മതി. ഇനി സെപ്പറേറ്റ് കാണിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഓക്കെ. ബ്രാഞ്ച് അക്കൗണ്ട് ടു അസറ്റ്സ്, that means various assets. journal entry branch account debtor to assets. നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇവിടെ എന്ത് ചെയ്യുന്നു, എല്ലാം കൂടി ഒരുമിച്ച് എഴുതുകയാണ്. 15,000 സ്റ്റോക്ക്, 9,000 ഡെറ്റേഴ്സ്, ക്യാഷ് ഇൻ ഹാൻഡ് 400, then 1,200 ഫർണിച്ചർ. ഓക്കെ. ഇവിടെ ഡെപ്രിസിയേഷൻ ഒന്നും ചാർജ് ചെയ്യരുത്. ഓപ്പണിംഗ് വാല്യൂ ആണ് 25,600. ഓക്കെ, 25,600. ഇത് കിട്ടിയതാരും മറന്നു പോയത്, ഈ 4 അസറ്റിന്റെ വാല്യൂ കൂടി ആഡ് ചെയ്താണ്. എല്ലാ ഓപ്പണിംഗ് സ്റ്റോക്ക് വാല്യൂ കൂടി ആഡ് ചെയ്തു. 25,600. നെക്സ്റ്റ്, ഗുഡ്സ് ഇൻവോയ്സ്ഡ് ഫ്രം ദ ഹെഡ് ഓഫീസ്. സോ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്. ഇൻവോയ്സ് പ്രൈസ് തന്നെ എഴുതാം, ₹80,000. ഇവിടെ ഒന്നും ചേഞ്ചസ് വരുത്തരുത്. സ്റ്റോക്ക് റിസർവിലേക്ക് അല്ലെങ്കിൽ ഗുഡ്സ് റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് എല്ലായ്പ്പോഴും എങ്ങനെ ചെയ്യാൻ പാടുള്ളൂ, എൻഡിങ് പോർഷനിലേ ചെയ്യാവുള്ളൂ. അത് അഡീഷണൽ ജേർണൽ എൻട്രി ആണ്. ദെൻ ഗുഡ്സ് റിട്ടേൺ ടു ഹെഡ് ഓഫീസ്. ഹെഡ് ഓഫീസിലേക്ക് ഗുഡ്സ് റിട്ടേൺ ചെയ്തു. അപ്പോൾ റിട്ടേൺസ് ₹1,000. ഓക്കെ. ദെൻ ഗുഡ്സ് റിട്ടേൺ ബൈ ഡെറ്റേഴ്സ്. അതൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ബ്രാഞ്ച് അക്കൗണ്ടിൽ എഴുതാൻ പാടില്ല. അത് എഴുതുന്നത് നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ഡിസ്കസ് ചെയ്തതാണ്. ഡെറ്റേഴ്സിന്റെ അക്കൗണ്ടിലാണ് റൈറ്റ് ചെയ്യുക. ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെറ്റേഴ്സ്, ഇത് റെമിറ്റൻസ് ആണ്. ഓക്കെ. സോ ബാങ്ക്. ഇവിടെ 2 കേസ് ഉണ്ട്, ക്യാഷ് സെയിൽസും അതുപോലെ ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെറ്റേഴ്സും. ഈ 2 ഇവന്റും ആഡ് ചെയ്ത് എഴുതുന്നുണ്ട്. കാരണം 30,000 ഡെറ്റേഴ്സ് ഒന്ന് കിട്ടിയിട്ടുണ്ട്, ക്യാഷ് സെയിൽസ് 50,000 നടന്നിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 80,000. ഓക്കെ. ക്രെഡിറ്റ് സെയിൽസ് ഒന്നും ഇല്ല, ബ്രാഞ്ച് അക്കൗണ്ടിൽ റൈറ്റ് ചെയ്യില്ല. എവിടെ എഴുതും, പിന്നെ ഡെറ്റേഴ്സ് അക്കൗണ്ടിലാണ് റൈറ്റ് ചെയ്യുക. ഡിസ്കൗണ്ട് അലൗഡ് ടു ഡെറ്റേഴ്സ് എവിടെ എഴുതും, ഡെറ്റേഴ്സ് അക്കൗണ്ടിൽ. എക്സ്പെൻസ് പെയ്ഡ് ബൈ ദ ഹെഡ് ഓഫീസ്, ഹെഡ് ഓഫീസ് ആണ് എക്സ്പെൻസ് പേ ചെയ്തത്, അപ്പോൾ തീർച്ചയായിട്ടും റൈറ്റ് ചെയ്യണം. ദെൻ ബാങ്ക് ₹3,900 എക്സ്പെൻസ് പെയ്ഡ് ബൈ ഹെഡ് ഓഫീസ്. പെറ്റി എക്സ്പെൻസസ് പെയ്ഡ് ബൈ മാനേജർ. ബ്രാഞ്ച് മാനേജർ പേ ചെയ്തു എന്നാ പറഞ്ഞത്. എത്ര, 280. അപ്പൊ എന്താവും, ഇവിടെ ക്യാഷ് ഇൻ ഹാൻഡ് 400 ഉണ്ടായിരുന്നു. അപ്പൊ ക്യാഷ് ഇൻ ഹാൻഡിന്റെ വോളിയം 280. പെറ്റി എക്സ്പെൻസിന് മാനേജർ ട്രീറ്റ് ചെയ്തുകൊണ്ട് മാനേജറുടെ കയ്യിൽ നിന്ന് ആ ഒരു വോളിയം കുറയും എന്ന് പറഞ്ഞാൽ അയാളുടെ കയ്യിൽ നിന്ന് ക്യാഷ് എടുത്തുകൊണ്ട് സ്വാഭാവികമായി ഈ 400 രൂപയിൽ നിന്ന് 250 രൂപ മാനേജർ എടുത്തു പോകും. ബാക്കിയുള്ള എമൗണ്ട് ആണ് ക്യാഷ് ഇൻ ഹാൻഡ് ക്ലോസിംഗ് ബാലൻസ് ഉണ്ടാവുക. ഓക്കെ. നമുക്ക് അതോടെ മാറ്റി എഴുതാം. ക്യാഷ് ഇൻ ഹാൻഡ് that means 400 minus 280 balance 120. Okay, 120 ആണ് ബാലൻസ് ഉള്ളത്. Clear? Then stock 31st December 2020 14,000. So stock amount 14,000. Okay, അപ്പോൾ ഇവിടെ സ്റ്റോക്കിന്റെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഇതിനകത്ത് വന്നിട്ടുണ്ട്, ക്ലോസിംഗ് സ്റ്റോക്ക് ഇവിടെ എഴുതി. ഡെറ്റേഴ്സ് ഇതിനകത്ത് ഓപ്പണിംഗ് സ്റ്റോക്ക് വന്നിട്ടുണ്ട്, ഡെറ്റേഴ്സിന്റെ ക്ലോസിംഗ് വാല്യൂ തന്നിട്ടില്ല, ഫൈൻഡ് ചെയ്യണം. ദെൻ ക്യാഷ് ഇൻ ഹാൻഡ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഇതിനകത്തുണ്ട്, ക്ലോസിംഗ് വാല്യൂ നമ്മളിവിടെ എഴുതി 120. ദെൻ ഓഫീസ് ഫർണിച്ചർ ആഫ്റ്റർ ഡിപ്രീസിയേഷൻ എത്ര പെർസെന്റേജ് ആ, 10% ഡിപ്രീസിയേഷൻ ഓൺ ഫർണിച്ചർ. ഇപ്പൊ 10%. സോ ഫർണിച്ചർ 1,200 വാല്യൂ ഇൻറ്റു 10% എന്നാ പറഞ്ഞത്. 10% എത്ര ഉണ്ടാവും, 120. 1,200 മൈനസ് 120. ഓക്കെ, 1,080 ഫർണിച്ചർ. ഇനി ഡെറ്റേഴ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. അപ്പൊ ഡെറ്റേഴ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്താലേ ഡെറ്റേഴ്സിന്റെ ക്ലോസിംഗ് വാല്യൂ ഫൈൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, തൽക്കാലം ഇവിടെ നിന്ന്
ചേഞ്ചസ് വരുത്തുന്നുണ്ട്. ഡെറ്റേഴ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. Debtors account. Debtors in the opening value is 9,000. So to balance brought down rupees 9,000. Then cash received from debtors, cash sales 50,000, credit sales 30,000. Credit sales 30,000. Credit sales is cash sales debtors account right here. Then goods returned to head office on treat goods returned by debtors. Debtors goods return ചെയ്തിട്ടുണ്ട്. So returns 400. Okay. Then cash received from debtors 30,000. Debtors നിന്നും receive ചെയ്തിട്ടുള്ള cash. Credit sales ചെയ്തു. Discount allowed 30. ഇത് cash ആണ്. Then discount 30. 30. 30 രൂപ discount allowed. Okay. ഇനി എന്ത് ചെയ്യണം? ഇതിന്റെ ക്ലോസിംഗ് ബാലൻസ് ഫൈൻഡ് ചെയ്യണം. ഇവിടെ 39,000 ഉണ്ടാവും. 30,000 പ്ലസ് 9,000 39,000. ഇവിടെ വന്നിട്ട് 30,430. 30,430. ഓക്കെ. 75 then 8,570. ഇതാണ് എന്ത് ക്ലോസിംഗ് ബാലൻസ് ഡെറ്റേഴ്സ്. ഡെറ്റേഴ്സിന്റെ ക്ലോസിംഗ് ബാലൻസ് 8,570. ഓക്കെ. ഇപ്പോൾ ഡെറ്റേഴ്സിന്റെ ക്ലോസിംഗ് ബാലൻസ് ആയി, ഫർണിച്ചറിന്റെ ക്ലോസിംഗ് ബാലൻസ് ആയി, ക്യാഷ് ഇൻ ഹാൻഡിന്റെ ക്ലോസിംഗ് ബാലൻസ് ആയി, സ്റ്റോക്കിന്റെ ക്ലോസിംഗ് ബാലൻസും ആയി. എല്ലാ ഐറ്റവും നമ്മൾ ട്രീറ്റ് ചെയ്തു. ഇനി നമ്മൾ അഡീഷണൽ ഉള്ള ഇൻവോയ്സ് പ്രൈസിന്റെ ലോഡിംഗ് വാല്യൂ ഒഴിവാക്കാനുള്ള ജേണൽ എൻട്രിയാണ് റൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് വൺ ഓപ്പണിംഗ് സ്റ്റോക്ക് ഇൻവോയ്സ് പ്രൈസിന് 15,000. ജേണൽ എൻട്രി എന്താ വരുന്നത്? സ്റ്റോക്ക് റിസർവ് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് അക്കൗണ്ട് എന്ന് പറയുക. ഓക്കെ. അപ്പോൾ ബ്രാഞ്ച് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ആണ് ചെയ്തത്. സോ സ്റ്റോക്ക് റിസർവ് എങ്ങനെ കണ്ടുപിടിക്കുക? പ്രോഫിറ്റ് ഓൺ സെയിൽ ആണ്. Then goods are invoiced at 20% profit on sale. How can you calculate 15,000 into 20 by 100? Okay. So 15,000 into 10% എന്ന് പറഞ്ഞാൽ എത്ര? 1,500. അപ്പോൾ 15,000 into 20% എത്ര വരും? 3,000. സ്റ്റോക്ക് റിസർവ് rupees 3,000. കിട്ടിയോ? Then goods invoiced from the head office invoice price 80,000 ആണ്. അതേസമയം ഗുഡ്സ് റിട്ടേൺ ടു ഹെഡ് ഓഫീസ് എത്ര ഉണ്ട്? 1,000 ഉണ്ട്. ഓക്കെ. അപ്പൊ ആ 1,000 എന്ത് ചെയ്യണം? ഇതിൽ നിന്നും ഡിഡക്ട് ചെയ്യണം. ബാലൻസ് എത്ര വരും? 79,000 വരുള്ളൂ. ഇവിടെ മറന്നു പോകരുത്, ഈ റിട്ടേൺ അടിച്ച എമൗണ്ട് ഡിഡക്ട് ചെയ്തിട്ട് ബാലൻസ് 79,000. അപ്പൊ എന്ത് ചെയ്യണം? ഗുഡ്സ് റിട്ടേൺ ടു ബ്രാഞ്ച് ഹെഡ് ഓഫീസ്, ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്. ഓക്കെ. ദെൻ എത്ര എമൗണ്ട് വരിക? 79,000 into 20 by 100. Okay. 15,800. 15,800. Okay. 15,800. Stock loss. ഇനി ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെത് ട്രീറ്റ് ചെയ്യണം. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ എങ്ങനെ വരിക? ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു സ്റ്റോക്ക് റിസർവ് എന്നാണ് വരിക. ഓക്കെ. സ്റ്റോക്ക് റിസർവ് എത്ര എമൗണ്ട്? 14,000 ആണ്. കാൽക്കുലേറ്റ് ചെയ്യുന്നത് 14,000 into 20 by 100. 2,800. 2,800. ക്ലിയർ? ഇനി എന്ത് ചെയ്യാം? ഇത് ബാലൻസ് ചെയ്യാം. ബോത്ത് സൈഡ്സ് ചെക്ക് ചെയ്യാം, ഇത് ബാലൻസ് ചെയ്യാം. 0, 7, 8, 15, then 17, 7, remaining 1, 9, 14, 15, then 5, again remaining 1, then 6, 9, 18, 22, then 23, 3, remaining 2, then 3, 4,
12. 1,23,570. 1,23,570. Okay, total value. എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. 1,23,570 മൈനസ് ടോട്ടൽ വാല്യൂ എടുക്കുക. Then 0, again 0, 8, 17, 23. Then 2 remaining. 5, 10 plus 2, 12. Then remaining 1, 10, 11. Okay, 72 and 1, 11,270. That is the profit. General profit. That is 11,270. Okay, so ഈ രീതിയിലാണ് ഇത് വർക്കൗട്ട് ചെയ്ത് പോകുക. ഒരു എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഇത്. വർക്കൗട്ട് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കുക, കാരണം ഇതിനകത്ത് ഇൻഹറന്റ് ഫാക്റ്റും കൂടി ഉണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ, അതുപോലെ ഫർണിച്ചർ ഓപ്പണിംഗ് തന്നിട്ടുണ്ട്, ക്യാഷ് ഇൻ ഹാൻഡ് ഓപ്പണിംഗ് തന്നിട്ടുണ്ട്, ഡെറ്റേഴ്സ് ഓപ്പണിംഗ് തന്നിട്ടുണ്ട്. സ്വാഭാവികമായും അതിനൊക്കെ എന്തുണ്ടായിരിക്കും? ക്ലോസിംഗ് ഉണ്ടായിരിക്കും. അപ്പോൾ ക്ലോസിംഗ് വാല്യൂ ഇതിനകത്ത് എവിടെയോ കിടക്കുന്നുണ്ട്. അത് നമ്മൾ കണ്ടുപിടിച്ചിട്ട് വേണം റൈറ്റ് ചെയ്ത് പോകാൻ. ഓക്കെ, ഒരു 10 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു എസ്എ ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് 2 or 3 ടൈംസിലൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കോൾ ചെയ്യുക, അല്ലെങ്കിൽ ഒരു മെസ്സേജ് അയച്ചിട്ട് ഇത് ക്ലിയർ ചെയ്ത് പോകും. ഓക്കെ, താങ്ക് യു.